ഹായ്. അപ്പം നമ്മുടെ ആദിലക്കും നൂറയ്ക്ക് നല്ലോണം പേടിയുണ്ട്. ആദിലക്ക് എനിക്ക് തോന്നുന്നു ആദില കുഴപ്പമില്ലാണ്ട് കിടക്കണേ. പക്ഷേ നൂറയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. പുള്ളിക്കാരിക്ക് മനസ്സിലായി കൈവിട്ട് പോയോ, ആദിലയുടെ കൈവിട്ട് പോയോ. പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമം. നമ്മൾ ഒറ്റയ്ക്കല്ലായിരുന്നു. വീട്ടുകാരില്ലാട്ടാലും നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാർ നിങ്ങളെ സഹായിക്കാൻ എന്നതാണ്. പക്ഷെ നിങ്ങൾ തിരിച്ച് ആ മനുഷ്യനെ കുത്തിയതുണ്ടല്ലോ, വളരെ സഹിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. നിങ്ങളുടെ കൈവിട്ട് പോയപ്പം പുള്ളിക്കാരൻ നിങ്ങളടുത്ത് ഒരു സ്വകാര്യമായിട്ടൊരു കാര്യം പറഞ്ഞത്, നിങ്ങളെടുത്ത് ഇട്ടോട്ടേന്ന് ചോദിച്ച്. നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളല്ലേ, ചോദിച്ചു ഞങ്ങളെടുത്തിട്ടോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ ഇക്കാന്ന് ചോദിച്ചപ്പം ആ മനുഷ്യൻ നിങ്ങളോട് അത്രയും കൂട്ടായിട്ടും നല്ല മനസ്സിലായിട്ടുന്ന കാരണം നിങ്ങളോട് പറഞ്ഞാൽ എടുത്തോ, കുഴപ്പമില്ല, ഞാൻ എവിടെയെങ്കിലും പറയാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ ലാസ്റ്റ് തിരിച്ച് കുത്തി നിങ്ങൾ ചോറ് കുടിക്കുന്ന ആട്ടിൻതോളിനിട്ട ചെന്നായിനല്ല, ചോറ് കുടിക്കും ചെന്നായിപ്പോയി നിങ്ങൾ. പക്ഷെ അത് സഹിക്കാൻ പറ്റാനുള്ള നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ മുമ്പ്, നാട്ടുകാരുടെ മുമ്പ് ഇപ്പോൾ അത് അകത്ത് നിന്ന് മറ്റേ ലാലേട്ട് പറയുമ്പോൾ കൂടുതലും ചോദിക്കാൻ പോണ ഷാനവാസ് തന്നെ ചോദിക്കും. അതിൻ്റെ കൂടെ നിങ്ങളും ചോദിക്കും. പക്ഷെ നിങ്ങൾ നൈസായിട്ട് നിങ്ങൾ മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഷാനവാസ്ക്കാണ് ഏറ്റവും കൂടിയത് കിട്ടാൻ പോകുന്നത് ലാലേട്ടൻ്റെ കയ്യിലിരുന്ന്. പക്ഷേ നാട്ടുകാർക്കറിയാം ഷാനവാസിൻ്റെ കയ്യിലൊന്നും ഒന്നും പോയിട്ടില്ല, കുഴപ്പമാണെങ്കിൽ അത് ആർക്കും ഇഷ്ടപ്പെടില്ല. ഒരു മനുഷ്യനെ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് തന്നെ ചില സമയം മറ്റേ നിവിൻ ചെയ്യുന്നത് ഒരു ഇഷ്ടക്കേടുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നൂറയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു പുള്ളിക്കാർ ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിച്ചേനെ. പക്ഷേ ഇവർക്കല്ല വിഷമം, ഇവരല്ല വിഷമിക്കണേ. ഷാനവാസാണ് ഒരുപാട് വിഷമിക്കണേ. നിങ്ങളെ കൂടിയിട്ട് നിങ്ങളുടെ കൂടപ്പിറപ്പിനെ കൊണ്ട് നടന്നിട്ട് നിങ്ങളാണ് ചതിച്ചത്, വേറെ ആരല്ല. അടിമൂല പുറകെ ഇരുന്ന് കുത്തിയപ്പേ മനസ്സിലായി നിങ്ങൾ ഭയങ്കര ആൾക്കാരാണെന്ന് മനസ്സിലായി. പക്ഷെ ആദില നൂറ് ഒറ്റയ്ക്ക് കളിക്കാൻ അടിപൊളി കളിയാണ് കളിച്ചേനെ.